Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷനും ബെർണോളിസ് തിയറം ആയിരുന്നു. ഈ ക്ലാസ്സിൽ ബെർണോളിസ് തിയറത്തിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ഓപ്പൺ ടാങ്കിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ബെർണോളിസ് തിയറം എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് ഡിസ്കസ് ചെയ്യാം. സ്പീഡ് ഓഫ് എഫ്ലക്സ്. എഫ്ലക്സ് മീൻസ് ഔട്ട്ഫ്ലോ, ബഹിർഗമനം. ഒരു ഫ്ലൂയിഡിൻ്റെ ബഹിർഗമനത്തെയാണ് നമ്മൾ എഫ്ലക്സ് എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഫ്രം ആൻ ഓപ്പൺ ടാങ്ക് ഈസ് ഗിവൺ ബൈ എ ഫോർമുല ഐഡൻറ്റിക്കൽ ടു ദാറ്റ് ഓഫ് എ ഫ്രീ ഫോളിംഗ് ബോഡി. ടാങ്കിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നിർബാധം പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റിക്ക് തുല്യമാണെന്ന് ടോറിസെല്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രസ്താവിച്ചു. ഈ ലോയെ അറിയപ്പെടുന്നത് ടോറിസെല്ലീസ് ലോ എന്നാണ്. ഇത് നമുക്ക് ബെർണോളിസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഒന്ന് കണക്കാക്കാം. ഇതാ ഒരു ടാങ്ക് തന്നിരിക്കുന്നു. ഈ ടാങ്കിൽ റോ ഡെൻസിറ്റിയുള്ള ഒരു ഫ്ലൂയിഡ് നിറച്ചിരിക്കുന്നു. ഈ ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടാങ്കിൻ്റെ ഒരു സൈഡിൽ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ടാങ്കിൻ്റെ ഈ ഹോളിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ A1 എന്നായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇതുവഴിയുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോയെ V1 എന്ന് എടുത്തിരിക്കുന്നു. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ത്രൂ ദിസ് ഹോൾ. ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, ദാറ്റ് ഈസ് PA. ഈ ഹോൾ എന്ന് പറയുന്നത് ടാങ്കിൽ നിന്നും Y1 ഡിസ്റ്റൻസ് അകലത്തിലാണ്, Y1 ഹൈറ്റ് അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഫ്ലൂയിഡിൻ്റെ സർഫസിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് Y2 ആണ്. അതിന് മുകളിലായിട്ടുള്ളൊരു റീജിയനാണ് റീജിയൻ 2. അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് P2, P ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. അവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ A2 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി V2 A2 ഇസിക്കൽ ടു V1 A1 എന്നായിരിക്കണം. അതായത് ഫ്ലൂയിഡിൻ്റെ ടോപ്പ് ലെയറിന് മുകളിലുള്ള ആ വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഹോളിൽ കൂടി പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഇൻറ്റു അവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കണം. ഇഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ ദ റീജിയൻ 2 ഈസ് ഗ്രേറ്റർ ദാൻ A1, വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി V2 A2 ഇസിക്കൽ ടു V1 A1. അവിടെ നിന്ന് നമുക്ക് V2 എന്ന് പറയുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് A1 ബൈ A2 ഇൻറ്റു V1. If A2 is very greater than A1, then we can say that the fluid at the top layer is at rest. Fluid എന്ന് പറയുന്നത് റെസ്റ്റിലാണ് V2 0 ആകുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ 2 പോയിൻറ്റ്സ് ആദ്യം കൺസിഡർ ചെയ്തു. ഫ്ലൂയിഡ് ലെവലിൻ്റെ സർഫസിന് മുകളിലുള്ള ഒരു പോയിൻ്റ്, നമ്മളുടെ പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന ആ ഹോളിന് സമീപത്തായിട്ടുള്ള വേറൊരു പോയിൻ്റ്. ഈ 2 പോയിൻറ്റും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. P1 is equal to PA, that is the atmospheric pressure. We can write the Bernoulli equation as PA plus half rho V1 square plus rho G Y1 is equal to P plus rho G Y2. Here we can take it as Y2 minus Y1 is equal to H. അപ്പോൾ നമുക്ക് V1 കിട്ടും. V1 is equal to root of 2GH plus 2 into P minus PA by rho. When P is very greater than PA and 2GH may be ignored, the speed of efflux is determined by the container pressure. എന്നാൽ ഈ ടാങ്ക് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറുന്നു? V1 ഇസിക്കൽ ടു റൂട്ട് 2GH ആയിട്ട് മാറുന്നു. ഇത് തന്നെയാണ് സ്പീഡ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ടോറിസെല്ലീസ് ലോ. V1 ഇസിക്കൽ ടു റൂട്ട് 2GH. അടുത്തതായി മറ്റൊരു ആപ്ലിക്കേഷനാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. ഇത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയുടെ സ്പീഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. വെഞ്ചുറി മീറ്റർ ഈസ് എ ഡിവൈസ് ടു മെഷർ ദ ഫ്ലോ സ്പീഡ് ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. It consists of a tube with broad area and a constriction in the middle.
തുറന്ന വായ്വട്ടമുള്ളതും മധ്യഭാഗം ഇടുങ്ങിയതുമായിട്ടുള്ള ഒരു ട്യൂബാണ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് ഒരു യു ഷേപ്പ്ഡ് മാനോമീറ്ററിൻ്റെ ഒരു എൻഡ് ഘടിപ്പിച്ചിരിക്കുന്നു. അടുത്ത എൻഡ് അതിൻ്റെ ബ്രോഡ് ഏരിയയിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. റോ എം ഡെൻസിറ്റിയുള്ള ഒരു ഫ്ലൂയിഡ് ഈ യു ഷേപ്പ്ഡ് മാനോമീറ്ററിൽ ഫില്ല് ചെയ്തിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബ്രോഡ് ഏരിയയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ഫ്ലോയ്ക്കുണ്ടാകുന്ന വെലോസിറ്റിയാണ്. ആ വെലോസിറ്റിയെ നമുക്ക് V1 എന്ന് എടുക്കാം. എ എന്ന് പറയുന്നത് ബ്രോഡ് ഏരിയയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. കൺസ്ട്രിക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. അവിടെയുള്ള വെലോസിറ്റി V2 ആണ്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വി ക്യാൻ റൈറ്റ് V2 is equal to A by small a into V1. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ട്യൂബിൽ കൂടി ഫ്ലൂയിഡ് വളരെ സ്പീഡിൽ കടന്നു പോകുന്ന സമയത്ത് കൺസ്ട്രിക്ഷൻ്റെ ഭാഗം എത്തുമ്പോൾ, ഇടുങ്ങിയ ഭാഗം എത്തുമ്പോഴേക്കും വളരെ സ്പീഡിൽ ഫ്ലൂയിഡ് കടന്നു പോകും. സ്വാഭാവികമായിട്ടും അവിടെ പ്രഷർ കുറയും. അവിടെ പ്രഷർ കുറയുമ്പോൾ യു ഷേപ്പ്ഡ് മാനോമീറ്ററിലുള്ള ആ കൺസ്ട്രിക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന, ഇടുങ്ങിയ ഭാഗവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന യു ഷേപ്പ്ഡ് മാനോമീറ്ററിലെ ഫ്ലൂയിഡ് ലെവൽ ഉയരുന്നു. മറുഭാഗത്ത് ഫ്ലൂയിഡ് ലെവൽ കുറയുന്നു. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു അല്ലേ? അതായത് അവിടെ ആ ഹൈറ്റ് ഡിഫറൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ വെഞ്ചുറിമീറ്ററിൽ കൂടി കടന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഡിഫറൻസ് മനസ്സിലാക്കാം. സ്ട്രീം ലൈൻസ് ഫ്ലോ കടന്നു പോകുമ്പോൾ കൺസ്ട്രിക്ഷൻ്റെ ഭാഗത്തെത്തുമ്പോൾ പ്രഷർ കുറയുകയും വെലോസിറ്റി കൂടുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും യു ഷേപ്പ്ഡ് മാനോമീറ്ററിൽ ഉള്ള ഫ്ലൂയിഡിൻ്റെ നിരപ്പ് ഉയരുന്നു. ഈ ട്യൂബ് എന്ന് പറയുന്നത് ഒരേ ലെവലിലാണ് വെച്ചിരിക്കുന്നത്, ഒരേ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ബെർണോളിസ് ഇക്വേഷൻ അനുസരിച്ച് H1 is equal to H2 എന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. P1 plus half rho V1 square is equal to P2 plus half rho V1 square into A by A the whole square. അതായത് V2ൻ്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ് V1 square into A by A the whole square എന്നത്. ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് P1 minus P2 is equal to half rho V1 square into A by A the whole square minus 1 എന്ന് കിട്ടുന്നു. The difference in height in H measure the pressure difference. അതുകൊണ്ട് തന്നെ നമുക്ക് P1 minus P2 is equal to rho m GH എന്ന് എഴുതാൻ സാധിക്കും. Rho m GH is equal to half rho V1 square into A by A the whole square minus 1. So that the speed of fluid at the wide neck is V1 is equal to root of 2 rho m GH divided by rho into A by A the whole square minus 1 the whole raised to minus half എന്ന് കിട്ടുന്നു. ഇങ്ങനെ നാം ഫ്ലൂയിഡിൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചു. അടുത്തതായി വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കാർബുറേറ്റർ ഓഫ് ഓട്ടോമൊബൈൽ ഹാസ് എ വെഞ്ചുറി ചാനൽ through which air flows with high speed. The pressure is then lowered at the narrow neck and the petrol is sucked up in the chamber to provide the correct mixture of air to fuel necessary for combustion. ഓട്ടോമൊബൈലിൻ്റെ കാർബുറേറ്റർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. കാർബുറേറ്ററിലെ വെഞ്ചുറി ചാനലിൻ്റെ നോസിൽ എന്ന് പറയുന്നത് വളരെ നാരോയാണ്. അതുവഴി എയർ വളരെ സ്പീഡിൽ കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള പ്രഷർ ലോ ആവുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് ചേമ്പറിലേക്ക് പെട്രോൾ സക്ക് ചെയ്യപ്പെടുകയും അവിടെ വെച്ച് പെട്രോളും എയറും കൂടെ മിക്സായിട്ട് കറക്റ്റ് ഫ്യൂവലായിട്ട് മാറുകയും ചെയ്യുന്നു. കമ്പസ്റ്റിന് ഭാഗമായ രീതിയിൽ കറക്റ്റ് ഫ്യൂവലായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇവിടെയും ബെർണോളിസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫിൽറ്റർ പമ്പ്സ് or aspirators, Bunsen burner, atomizers and sprayers used for perfumes or to spray insecticides work on the same principle. ഇവയിലെല്ലാം ബെർണോളിസ് തിയറമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. തന്നിരിക്കുന്ന ചിത്രം ഒരു സ്പ്രേ ഗണ്ണിൻ്റേതാണ്. ഇവിടെ പിസ്റ്റൺ വളരെ സ്പീഡിൽ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്പീഡിൽ എയർ ഫ്ലോ ഉണ്ടാകുന്നു. ആ സമയത്ത് കണ്ടെയ്നറിലുള്ള ഫ്ലൂയിഡിൽ പ്രഷർ കൂടുകയും നെക്കിൽ പ്രഷർ കുറയുന്ന സമയത്ത് അവിടേക്ക് ഫ്ലൂയിഡ് മുകളിലേക്ക് വരികയും അതുവഴി സ്പ്രേ ചെയ്യപ്പെടുകയും ചെയ്യുന്നു.
അതായത് എയർ വളരെ സ്പീഡിൽ പോകുന്ന സമയത്ത് ആ നെക്കിൻ്റെ ഭാഗത്ത് പ്രഷർ ലോ ആകുന്നത് കൊണ്ടാണ് ആ ഫ്ലൂയിഡിന് മുകളിലേക്ക് വരാൻ സാധിക്കുന്നത്. അടുത്തതായി ബെർണോൾസ് പ്രിൻസിപ്പിളിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടി ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ബെർണോൾസ് പ്രിൻസിപ്പിളിന് കഴിയുന്നു. ബെർണോൾസ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ഇൻ എക്സ്പ്ലെയിനിങ് ദ ബ്ലഡ് ഫ്ലോ ഇൻ ആർട്ടറി. ഹാർട്ട് അറ്റാക്ക് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്? ബ്ലഡ് വെസൽസിൽ പ്ലേക്സ് അടിഞ്ഞു കൂടുമ്പോഴാണ്, അതായത് കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എല്ലാവരും പറയും അല്ലേ. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ബ്ലഡ് വെസൽസിൽ നമ്മുടെ ആർട്ടറീസിൽ പ്ലേക്സ് അടിഞ്ഞു കൂടുന്ന സമയത്ത് ആർട്ടറിയുടെ ആ ഭാഗം കൺസ്ട്രിക്റ്റഡ് ആവുന്നു, ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ സ്പേസ് കുറയുന്നു. ആ സമയത്ത് ഹാർട്ടിന് കുറച്ച് വർക്ക് അഡീഷണൽ ചെയ്യേണ്ടി വരുന്നു. എന്തിനു വേണ്ടി? ഈ കൺസ്ട്രിക്ഷൻ്റെ ഭാഗത്തു കൂടി ബ്ലഡ് ഫ്ലോ ചെയ്യിക്കണമെങ്കിൽ. ബ്ലഡ് ഫ്ലോ പോകുന്ന സമയത്ത് അവിടെയുള്ള പ്രഷർ ലോ ആകുന്നു. ബിക്കോസ് ദർ ഈസ് ദ സ്പീഡ് ഓഫ് ദ ബ്ലഡ് ഫ്ലോ ഈസ് ഗ്രേറ്റർ. അവിടെ ബ്ലഡ് ഫ്ലോയുടെ സ്പീഡ് എന്ന് പറയുന്നത് കൂടുന്നതുകൊണ്ട് അവിടെയുള്ള പ്രഷർ ലോ ആകുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടറീസിന് വെളിയിലുള്ള ഭാഗത്തു നിന്നും അവിടേക്ക് ഒരു പ്രഷർ കൊടുക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൊളാപ്സ് ആകുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ചുരുങ്ങിയിരിക്കുന്ന വെസൽസിനെ, ആർട്ടറീസിനെ ഒന്നുകൂടി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്, ഫ്രീ ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ വർക്ക് വീണ്ടും ആര് ചെയ്യുന്നു? ഹാർട്ട് ചെയ്യുന്നു. പഴയതുപോലെ ആ ഭാഗം എത്തുമ്പോൾ, പ്ലേക്സ് ഉള്ള ഭാഗം എത്തുമ്പോഴേക്ക് ബ്ലഡ് വളരെ സ്പീഡിൽ ഫ്ലോ ചെയ്തു പോകുന്നു, അവിടെ പ്രഷർ ലോ ആകുന്നു. വീണ്ടും എക്സ്റ്റേണൽ പ്രഷർ അവിടേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും വീണ്ടും അവിടെ കൊളാപ്സ് ഉണ്ടാകുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് കൊളാപ്സ് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു. അടുത്തത് ഡൈനാമിക് ലിഫ്റ്റാണ്. ചില വസ്തുക്കൾ ഫ്ലൂയിഡിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് അവയ്ക്ക് ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാകുന്നു. അവയുടെ ആ മോഷനിൽ നിന്നും അവയുടെ പാതയിൽ നിന്നും അതിനൊരു ഡീവിയേഷൻ ഉണ്ടാകുന്നു, മുകളിലേക്ക് അതൊന്ന് ഉയർത്തപ്പെടുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഡൈനാമിക് ലിഫ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഡൈനാമിക് ലിഫ്റ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ഓൺ എ ബോഡി സച്ച് ആസ് എയർപ്ലെയിൻ വിങ്, എ ഹൈഡ്രോഫോയിൽ ഓർ എ സ്പിന്നിംഗ് ബോൾ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ത്രൂ എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഇവയുടെ ഈ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. സ്പിന്നില്ലാതെ കടന്നു പോകുന്ന ഒരു ബോളിനെ നമുക്ക് സങ്കല്പിക്കാം. നോക്കിക്കേ, തന്നിരിക്കുന്ന ഫിഗറിൽ ഒരു ബോള് മൂവ് ചെയ്യുകയാണ് എയറിൽ കൂടെ. ഇതിന് സ്പിന്നൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന ബോളാണ്. ബോളിൻ്റെ മുകളിലും താഴെയും തന്നിരിക്കുന്നത് സ്ട്രീം ലൈൻസ് ആണ്, എയർ സ്ട്രീം ലൈൻസ് ആണ്. അവയുടെ സിമ്മട്രിക്കലായിട്ടുള്ള മുകളിലും താഴെയുള്ള പോയിൻറ്റ്സ് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. നമുക്കത് പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ പാർട്ടിക്കിൾസ് എല്ലാം ഒരേ വെലോസിറ്റിയിലാണ്, ഒരേ സ്പീഡിലാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഈ പോയിന്റുകൾ തമ്മിൽ ഒരു പ്രഷർ വേരിയേഷനും ഉണ്ടാകുന്നില്ല. പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ ബോൾ വളരെ സ്മൂത്തായിട്ട് കടന്നു പോകും. ഇവിടെ ഇതിന് ഒരു മുകളിലേക്കൊരു തള്ളലോ ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു ലിഫ്റ്റിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു സ്പിൻ ബോളിൻ്റെ കേസ് എടുത്ത് നോക്കിക്കേ. ഇതെല്ലാം, ഈ ബോളെല്ലാം എയർ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതായി തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു സ്പിന്നിങ് ബോളിനെ കാണിക്കുന്നതാണ്. ആ സ്പിന്നിങ് ബോൾ എന്ത് ചെയ്യുന്നു? അത് മുന്നോട്ട് പോകും തോറും, അതായത് ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അവിടെ എന്ത് സംഭവിക്കുന്നു? സ്ട്രീം ലൈൻസിനെ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബോളിൻ്റെ മുകൾ വശത്ത് കുറേ ക്രൗഡഡ് ആയിട്ട് സ്ട്രീം ലൈൻസ് ഉണ്ടാകുന്നു. താഴെ എന്ന് പറയുന്നത് റെയർഫൈഡ് ചെയ്യപ്പെടുന്നു. താഴെ വളരെ ലേയേഴ്സ്, എങ്ങനെയാണ്? സ്ട്രീം ലൈൻസ് വളരെ അകന്നകന്നാണ് കാണപ്പെടുന്നത്. ഈ ബോളിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ സ്ട്രീം ലൈൻസ് ക്രൗഡഡ് ആകുന്ന സമയത്ത് അവിടെയുള്ള ഫ്ലൂയിഡ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാവും. അപ്പോഴവിടെയുള്ള പ്രഷർ കുറയുന്നു. സ്വാഭാവികമായിട്ടും താഴെയുള്ള ഭാഗത്തെ, ബോളിന് താഴെയുള്ള ഭാഗത്തെ അപേക്ഷിച്ച് മുകളിലുള്ള ഭാഗത്ത് പ്രഷർ കുറവാകണം. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് മുകളിലേക്കൊരു ലിഫ്റ്റ് ഉണ്ടാകുന്നു. ഇതിന് പറയുന്ന പേരാണ്, ഇങ്ങനെ ഈ സ്പിന്നിങ് ബോളിനുണ്ടാകുന്ന ലിഫ്റ്റിന് പറയുന്ന പേരാണ് മാഗ്നസ് ഇഫക്റ്റ് എന്ന് ഈ ഫിനോമിനനെ അറിയപ്പെടും. ദ ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ് ഈസ് കോൾഡ് മാഗ്നസ് ഇഫക്റ്റ്. നെക്സ്റ്റ്, എയറോഫോയിൽ ഓർ ലിഫ്റ്റ് ഓൺ എയർക്രാഫ്റ്റ് വിങ്. ഇവിടെ ഒരു ആപ്ലിക്കേഷനാണ് ബെർണോൾസ് തിയറത്തിൻ്റെ. നമ്മൾ പറഞ്ഞ ഡൈനാമിക് ലിഫ്റ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു എയറോഫോയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സോളിഡ് പീസ് ഷേപ്ഡ് ടു പ്രൊവൈഡ് ആൻ അപ്വേർഡ് ഡൈനാമിക് ലിഫ്റ്റ് വെൻ ഇറ്റ് മൂവ്സ് ഹൊറിസോണ്ടലി ത്രൂ എയർ. എയറിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു
ഒരു അപ്ലിഫ്റ്റ് അതിന് ഉണ്ടാകുന്നു. ഒരു എയർപ്ലെയിനിൻ്റെ വിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആ സെയിം ആസ് ആൻ എയറോഫോയിൽ. എയറോഫോയിൽ എങ്ങനെ ഒരു ഫ്ലൂയിഡിൽ കൂടി മൂവ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് എന്ത് മൂവ് ചെയ്യുന്നത്, എയറോപ്ലെയിനിൻ്റെ വിങ് മൂവ് ചെയ്യുന്നത്. എയറോപ്ലെയിൻ വിങ് എന്ന് പറയുന്നത് ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വിങ്സിൻ്റെ മുകളിൽ സ്വാഭാവികമായിട്ടും സ്ട്രീം ലൈൻസ് ക്രൗഡ് ചെയ്യപ്പെടുന്നു. അതിന് താഴെ വിങ്സിൻ്റെ താഴെ എന്ത് ചെയ്യുന്നു, ഫ്ലോ ലൈൻസ് വളരെ റെയർഫൈഡ് ആണ്. അവിടെ പ്രഷർ കൂടുതലാണ്. ആരെ അപേക്ഷിച്ച്, സ്ട്രീം ലൈൻസ് വിങ്സിൻ്റെ മുകളിലുള്ളതിനേക്കാളും അപേക്ഷിച്ച് താഴെ പ്രഷർ കൂടുതലാണ്. സ്ട്രീം ലൈൻസ് ഈ എയറോപ്ലെയിൻ വിങ്ങിൻ്റെ മുകളിൽ ക്രൗഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അവിടെയുള്ള ഫ്ലോയിഡിൻ്റെ സ്പീഡെന്ന് പറയുന്നത് പിറകിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകും. എയറോപ്ലെയിൻ വളരെ ഫാസ്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഫ്ലോ ലൈൻസ് വളരെ സ്പീഡിൽ, മുകളിലുള്ള വിങ്സിന് മുകളിലുള്ള ഫ്ലോ ലൈൻസ് വളരെ ഫാസ്റ്റായിട്ട് ബാക്കിലേക്ക് പോകും. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവിടെ പ്രഷർ കുറയുന്നു. സ്വാഭാവികമായിട്ടും താഴെ നിന്ന് ഒരു എക്സ്റ്റേണൽ പ്രഷർ മുകളിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ എയർപ്ലെയിനിൻ്റെ വിങ് ബാലൻസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസാണ് നമ്മൾ ബെർണോൾസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കണ്ടത്. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് 1-2 പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ എ ലാർജ് ആർട്ടറി ഓഫ് ആൻ അനസ്തറ്റൈസ്ഡ് ഡോഗ് ഈസ് ഡൈവേർട്ടഡ് ത്രൂ എ വെഞ്ചുറിമീറ്റർ. The wider part of the meter has a cross-sectional area equal to that of the artery. A is equal to 8 millimeter square. The narrower part has an area small a is equal to 4 millimeter square. The pressure drop in the artery is 24 Pascal. What is the speed of the blood in the artery? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു അനസ്തറ്റൈസ്ഡ് ആയിട്ടുള്ള ഡോഗിൻ്റെ ബ്ലഡിനെ ഒരു വെഞ്ചുറിമീറ്ററിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുന്നു. ആ വെഞ്ചുറിമീറ്ററിൻ്റെ വൈഡർ പാർട്ടിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ആ ഡോഗിൻ്റെ ആർട്ടറിയുടെ അതേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നെയാണ് ഉള്ളത്. അതെന്ന് പറയുന്നത് A is equal to 8 millimeter square ആണ്. എന്നാൽ ആ വെഞ്ചുറിമീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്ത് നാരോവർ പാർട്ടിൽ ഏരിയ എന്ന് പറയുന്നത് 4 millimeter square ആണ്. ബ്ലഡ് ഫ്ലോ കടന്നു പോകുന്ന സമയത്ത് ആ വെഞ്ചുറിമീറ്ററിൻ്റെ നാരോ പാർട്ടിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നു അല്ലേ? ബെർണോൾസ് തിയറം അനുസരിച്ച് തീർച്ചയായിട്ടും അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും അവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പിനെ തന്നിരിക്കുന്നത് 24 പാസ്കൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആർട്ടറിയിൽ കൂടെയുള്ള, ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ വൈഡ് ഏരിയ എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ആർട്ടറിയുടെ ഡയമീറ്ററിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അതേ വെലോസിറ്റിയിൽ തന്നെ എവിടെ കൂടെ ബ്ലഡ് ഒഴുകും, ആ ഡോഗിൻ്റെ ബ്ലഡ് വെസൽസിൽ കൂടി ബ്ലഡ് ഒഴുകും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ബെർണോൾസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ വെഞ്ചുറിമീറ്ററിലെ വൈഡ് ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ആ ഇക്വേഷൻ നമ്മളൊന്ന് റിക്കളക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യണം. നമുക്ക് ബ്ലഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.06 × 10³ kg/m³ എന്ന് എടുക്കാം. ഇവിടെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് വൈഡ് ഏരിയയുടെയും കൺസ്ട്രക്ഷൻ്റെയും ഏരിയ തമ്മിലുള്ള ആ റേഷ്യോ എന്ന് പറയുന്നത് A/A = 2 എന്നാണ് ഉള്ളത്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് വെലോസിറ്റി എങ്ങനെ കിട്ടുന്നു? V1 = √2 × 24 Pascal / 1060 kg/m³ × 2² - 1 എന്ന് കിട്ടുന്നു. ഇതിനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ 0.123 m/s എന്ന് ലഭിക്കുന്നു. എല്ലാവരും എഴുതി കഴിഞ്ഞോ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് നമ്മുടെ ഡൈനാമിക് ലിഫ്റ്റ് എന്ന് പറയുന്ന പോർഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം എഴുതാൻ റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ. എ ഫുള്ളി ലോഡഡ് ബോയിങ് എയർക്രാഫ്റ്റ് ഹാസ് എ മാസ് ഓഫ് 3.3 × 10⁵ kg. Its total wing area is
500 meter square. It is in level flight with a speed of 960 km per hour. അതിനകത്ത് തന്നെയുള്ള ഫസ്റ്റ് ചോയ്സ് എ. എസ്റ്റിമേറ്റ് the pressure difference between the lower and upper surfaces of the wings. B. Estimate the fractional increase in the speed of the air on the upper surface of the wing relative to the lower surface. അവിടെ ഡെൻസിറ്റി ഓഫ് എയർ തന്നിട്ടുണ്ട്. റോ ഇസ് ഇക്വൽ ടു 1.2 kg/m³. നിറയെ ആൾക്കാരുള്ള ഒരു ബോയിങ് എയർക്രാഫ്റ്റിൽ അതിൻ്റെ മാസാണ് തന്നിരിക്കുന്നത്. 3.3 × 10⁵ kg എന്ന് തന്നിട്ടുണ്ട്. ഈ എയർക്രാഫ്റ്റിൻ്റെ വിങ് ഏരിയ എന്ന് പറയുന്നത് 500 m² ആണ്. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വിങ് 500 m². അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 960 km/h ആണ്. നമുക്ക് കാണേണ്ടത് ആ ഫ്ലൈറ്റിൻ്റെ വിങ്ങിൻ്റെ മുകളിലും താഴെയുമുള്ള പ്രഷർ ഡിഫറൻസ്. പിന്നെയോ അടുത്തത് എത്രമാത്രം ഫ്രാക്ഷണൽ ഇൻക്രീസാണ് അപ്പർ സർഫസിൽ, വിങ്സിൻ്റെ അപ്പർ സർഫസിൽ ലോവർ സർഫസിനെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൈനാമിക് ലിഫ്റ്റിൽ എന്താണ് സംഭവിച്ചത്? അവിടെ എയർപ്ലെയിനിൻ്റെ വിങ്ങിന് മുകളിൽ പ്രഷർ കുറവായതുകൊണ്ടും താഴെ പ്രഷർ കൂടുതലായതുകൊണ്ടും അതിനൊരു അപ്വേർഡ് ഫോഴ്സിൽ വിങ്സ് ബാലൻസ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അതുതന്നെയാണ് പറയുന്നത്. ദ വെയ്റ്റ് ഓഫ് ദ ബോയിങ് എയർക്രാഫ്റ്റ് ഈസ് ബാലൻസ്ഡ് ബൈ ദ അപ്വേർഡ് ഫോഴ്സ് ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഡെൽറ്റ പി ഇൻറ്റു അവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് ഇക്വൽ ടു 3.3 × 10⁵ kg ഇൻറ്റു 9.8. ഡെൽറ്റ പി ഇസ് ഇക്വൽ ടു 3.3 × 10⁵ ഇൻറ്റു 9.8 m/s² divided by 500 m². That is equal to 6.5 × 10⁵ Nm/m². ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് 9.8 എന്ന് സൂചിപ്പിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ പ്രോബ്ലത്തിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൈറ്റ് ഡിഫറൻസിനെ ഒന്ന് ഇഗ്നോർ ചെയ്യുന്നു. അതായത് ടോപ്പും ബോട്ടം സൈഡിലുള്ള ഹൈറ്റ് ഡിഫറൻസിനെ നമ്മളൊന്ന് ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെയുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ½ റോ V2² - V1² എന്ന് എഴുതാം. അവിടെ V2 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എയർ ഓവർ ദ അപ്പർ സർഫസും V1 എന്ന് പറയുന്നത് ബോട്ടം സർഫസിലുള്ള എയറിൻ്റെ സ്പീഡുമാണ്. അതാണ് ആ സ്പീഡാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. എത്രമാത്രം ഫ്രാക്ഷണൽ ഇൻക്രീസ് ആണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കമ്പയർ ചെയ്യണം അല്ലേ, കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ അതിന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ വെലോസിറ്റി ഡിഫറൻസിൽ നിന്നുമാണ് പ്രഷർ ഡിഫറൻസിലേക്ക് പോകുന്നത്. സോ V2 - V1 is equal to 2 × delta P divided by rho × V2 + V1. ഇവിടെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ V2 + V1/2 ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ V average is equal to V2 + V1/2 is equal to 960 km/h. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ m/s കൺവേർട്ട് ചെയ്യുന്നു. വി ഗെറ്റ് 267 m/s. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് V2 - V1/V average ആണ്. സോ V2 - V1/V average is equal to delta P by rho V average square, that is equal to 0.08. The speed above the wing needs to be only 8% higher than that of below. 1-2 പ്രോബ്ലംസ് നാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 2 അസൈൻമെൻറ്റ് കൂടി തരികയാണ്. ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ട് ക്ലാസ്സിലെ ഫിസിക്സ് ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആൻസർ കണ്ടെത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് figures A and B refers to the steady flow of a non-viscous fluid, non-viscous liquid. Which of the two figures is incorrect? Why? താഴെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് കണ്ടിരിക്കുമല്ലോ. ഈ ഫിഗറിൽ എയിലും ബിയിലും തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. നോൺ വിസ്കസ് ലിക്വിഡിൻ്റെ ഒരു സ്റ്റഡി ഫ്ലോ ആണ് തന്നിരിക്കുന്നത്.
ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അത് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ടെസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഓൺ എ മോഡൽ എയ്റോപ്ലെയിൻ ഇൻ എ വിൻഡ് ടണൽ, the flow speeds on the upper and lower surfaces of the wing are 70 meter per second and 63 meter per second respectively. What is the lift on the wing if its area is 2.5 meter square? Take the density of air to be 1.3 kilogram per meter cube. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം ആൻസർ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഇതോടുകൂടി ഈ ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.